ഷീജ, ഇത് 10B ഫോട്ടോയാണോ? ഞാൻ ഈ ഫോട്ടോയിലുണ്ട്. ബിയോ ഡിയോ ഇതിൽ രണ്ടിലേതൊന്നാണ്. ജോൺസൺ തോമസും നിബു ജോസഫും ഒക്കെയുള്ള മനീഷ് ഉമ്മന്, പിന്നെ അമൃത ടി നായർ, അങ്ങനെ കുറച്ച് പേരെ എനിക്കറിയാം. പേരല്ല ഒരുമാപ്പെട്ടവരറിയാം. അത് ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. 10D അല്ല, 10Dയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. ഇത് 10B ആണ്. അപ്പോൾ ഇത് 10B ഫോട്ടോ തന്നെ ഷുവറാ. ഇതിപ്പോൾ ഈ ഫോട്ടോ എവിടുന്നാ കിട്ടിയത്? കയ്യിലിരിപ്പുണ്ടോ അതോ വീട്ടിലാണോ? എവിടെയാ ഇപ്പം ഷീജ? ഇപ്പോൾ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. ഞാൻ ചെങ്ങന്നൂരാണ് താമസിക്കുന്നത്. കൈ ഫോട്ടോ ഇല്ല. ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ വന്ന ഫോട്ടോ എടുത്ത് ഇത് ചെയ്ത് വെച്ചപ്പം വെച്ചിരുന്നതാ. ഈ ഫോട്ടോ ഒന്ന് ആരാ പോസ്റ്റ് ചെയ്തെന്ന് വല്ല ഓർക്കുന്നുണ്ടോ? ആരുടെ കയ്യിലായിരുന്നു ഈ ഫോട്ടോ ഉണ്ടായിരുന്നെന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ആളിനെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ഒന്നുകൂടെ ഈ ഫോട്ടോ ഒന്നുകൂടെ എടുക്കാമായിരുന്നു. എനിക്ക് ഈ ഫോട്ടോ ആയിട്ടൊന്ന് കിട്ടണം. കിട്ടിയെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരാ ഇത് അയച്ചതെന്ന് അന്ന് വല്ലതും പോസ്റ്റ് ചെയ്യുന്ന വല്ലതും ഇൻഫർമേഷൻ ഉണ്ടോ? സണ്ണി ജോൺ ആണെന്ന് തോന്നുന്നു ഇട്ടിരിക്കുന്നത്. അത് ഈ നമ്മുടെ വെണ്ണിക്കുളം പണ്ട് കാളച്ചന്ത എന്നൊക്കെ പറയത്തില്ല, അതിന് മേലോട്ടൊരു വഴിയുണ്ട്. സണ്ണിയുടെ വീട് ഞങ്ങളിങ്ങനെ വരുന്ന കൂട്ടത്തിൽ കാണായിരുന്നു. അവിടെ കണ്ട് സണ്ണിയുടെ വീട്. സണ്ണി ജോൺ എന്നാന്ന് തോന്നുന്നു. സംശയമുണ്ടേ. ഞാൻ പറഞ്ഞിടത്താണോ സണ്ണിയുടെ വീട്? കറക്റ്റ് ആണോ? ഇന്നേക്ക് 27 വർഷം മുമ്പ് വെണ്ണിക്കുളം സെൻറ്റ് ബെഹനാൻ സ്കൂളിൽ എന്നോടൊപ്പം പഠിച്ച കൂട്ടുകാരെ തേടിയുള്ള ഒരു യാത്രയാണ്. 27 വർഷം പഴക്കമുള്ള ഒരു ഫോട്ടോ തേടിയുള്ള യാത്രയാണിത്. ഇത് വെണ്ണിക്കുളം പള്ളിപ്പടി ജംഗ്ഷൻ സെൻറ്റ് തോമസ് സ്കൂളിൻ്റെ സമീപത്തായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്. ഇവിടെയാണ് നമ്മുടെ കൂട്ടുകാരി സുലേഖ വർക്ക് ചെയ്യുന്നത്. സണ്ണിയെ തിരക്കിയുള്ള യാത്രയുടെ ഇടയിലാണ് സുലേഖ ഒന്ന് കണ്ടിട്ട് പോകാമെന്നും കൊണ്ട് വന്നത്. സുലേഖ ഈ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഹലോ, പുള്ളി ബിസിയാണ് ആള്. സുലേഖ അല്പം ജോലി തിരക്കിലാണ്. ഞാനപ്പോഴത്തേക്കും സണ്ണിയുടെ വീട്ടിലൊന്ന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് സുലേഖയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ്. ഇനിയും അടുത്തത് പോകുന്നത് സണ്ണിയുടെ വീട്ടിലേക്കാണ്. ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ സണ്ണി. സണ്ണിയെ എത്ര പേർ ഓർക്കുന്നുള്ളതെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അന്വേഷിച്ച് വന്നത് ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ ഏറ്റവും അവസാനം 10B ഫോട്ടോയും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഇത് ഒന്ന് ടച്ച് ചെയ്തൊക്കെ എടുക്കണം. എനിവേ, ഞാനിതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സണ്ണിയോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് പോകുന്നതായിരിക്കും. ആ ഫോട്ടോ ഒന്ന് എടുക്കാനായിട്ടുള്ളൊരു ശ്രമമാണ്. ആ ഫോട്ടോ ഇപ്പം ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഏതായാലും അതൊന്ന് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അതൊന്ന് ഫോട്ടോ ടച്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കട്ടെ. സണ്ണി വിദഗ്ധമായിട്ട് സണ്ണിയുടെ പഴയ ആയുധങ്ങളൊക്കെ എടുത്ത് പണി അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ട് സണ്ണി, വേറെ വിശേഷങ്ങളൊക്കെ പറ. സുഖം. അത് ശരി. എന്തോ പറ്റിയായിരുന്നു? എവിടെ വെച്ച്? ഓ ശരി. അതെന്താ സംഭവിച്ചത്? അത് ശരി. ഇളക്കുന്ന സൂക്ഷിച്ചു വേണേ. അത് പൊട്ടിയിട്ടുണ്ടോ നോക്കിയിട്ട് ഇളക്കാം. ഓ വെരി ഗുഡ്. അത് ഗ്ലാസ്സിൽ ഒട്ടിയിട്ടുണ്ടോ? എവിടെ ഒട്ടിയായിരുന്നു? പോകരുത്, സൂക്ഷിച്ചെടുക്കേ. ഏതുപോലെ എവിടെയാണ് അവിടെ പതുക്കെ പിടിച്ച് അളകി വരുമ്പോൾ നോക്കി പോകരുത്, സൂക്ഷിച്ചെടുക്കണേ. രക്ഷപ്പെട്ടു.
വലിയ പരിക്കുകളില്ലാതെ സാധനം നമുക്ക് കൈ കിട്ടിയിരിക്കുകയാണ്. 10 ബിയിലുള്ളവർ ഭാഗ്യമുണ്ട് കുറച്ച്. അപ്പോഴങ്ങനെ ഫോട്ടോ കിട്ടിയിരിക്കുകയാണ് നമുക്ക്. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ പുറകാലം നമുക്ക് കാണാം. അങ്ങനെ വന്ന കാര്യം സാധിച്ചു. സണ്ണിയെ കണ്ടു, ഫോട്ടോയും കളക്ട് ചെയ്തു. ഇതിൽ സണ്ണിയുണ്ട്. ഈ ഫോട്ടോയുമായിട്ട് ഇനിയും അടുത്ത ബാക്കിയുള്ളവരെ തേടിയുള്ള യാത്രകൾ അങ്ങനെ തുടരും.